ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗ്ലാം ഗോഡസ് സിന്ധുജ. സോ ഇന്ന് നിങ്ങളുടെ ഗോഡസ് ഈ വയലറ്റ് മയത്തിൽ ഗുരുവായൂർ ക്ഷേത്രം വിസിറ്റ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഗുരുവായൂർ ക്ഷേത്ര വ്ളോഗിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ വണ്ടിയിൽ ഓടുമ്പോൾ ഞാൻ എടുക്കൂല, കാരണം എനിക്ക് മോഷൻ സിക്നസിൻ്റെ ചലിക്കുമ്പോൾ ഉള്ള ഒരു ഹെഡ് ഏക്കും ഡിസിനസ്സും വരും. സോ ഇടയ്ക്ക് നിൽക്കുമ്പോൾ ഞാൻ സീക്വൻസ് ആയിട്ട് എടുക്കാം. ഓക്കെ, ബൈ. അങ്ങനെ നമ്മളൊരു ഹോട്ടലിൽ കഴിക്കാൻ ഇറങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് ആ കാണുന്ന ഹോട്ടൽ. ഇത് വിട്ടാൽ നമുക്കിനി വേറെ കിട്ടുമോ എന്നുള്ളതിൽ ദർ ഇസ് നോ ഗ്യാരണ്ടി. സോ ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഉള്ളത്? ഇത് എൻ്റെ വാഷ്റൂമാണ്. അങ്ങനെ ഗോഡസ് 2 ചപ്പാത്തിയും പിന്നെ കിടന്ന് കറിയുമാണ് നമ്മൾ തിന്നുന്നത്. കോഫി ഇല്ല, അപ്പോൾ ചായ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. സോ ഗുരുവായൂർ പോകുന്ന വ്ളോഗിലെ റാന്തൽ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അങ്ങനെ നമ്മുടെ ചായ വന്നു. കോഫിയാണ് എനിക്കിഷ്ടം, ചായ കുറച്ച് ചായ കഴിക്കും. സോ അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് നമുക്കൊന്നും തിന്നാൻ പറ്റിയില്ല ട്രാവലിൻ്റെ ഭാഗമായിട്ട്. സോ ഞാനിപ്പോൾ ആനന്ദ് ഭവൻ കൂത്താട്ടോളം ഒരു ഹോട്ടലിലാണ് ഇരിക്കുന്നത്. ഒരു മസാല ദോശ കറീസ് മാത്രമേ കിട്ടിയുള്ളൂ. ടൈം 2:30 ഉള്ളത് വെച്ച് തിന്നാം. കുഴപ്പമില്ല. ഓണത്തിന് അത്യാവശ്യം ഒരു ബിസിനസ് ഉണ്ട്. ട്രാവലിങ്ങിൻ്റെ ആവും. ഒരു ജിഞ്ചർ ടീ ഓർഡർ എടുക്കുന്നത് നോക്കാം. ഫിനിഷ് ചെയ്യും. അങ്ങനെ നമ്മുടെ ജിഞ്ചർ ടീ വന്നിട്ടുണ്ട്. കുഴപ്പമില്ല. ഞാനപ്പോൾ ഇതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് സോ ശ്രീ ആനന്ദ് എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നത്. ആക്ച്വലി എനിക്ക് ചെറിയ ഈ യാത്ര ചെയ്തതിൻ്റെ ഭാഗമായിട്ടൊരു ചെറിയൊരു എന്ത് പറയുക, ഒരു വൊമിറ്റിങ് ഇതുപോലെ. സാധാരണ ഗോഡസിന് അങ്ങനെ യാത്രയിലില്ലാത്തതാ, പക്ഷേ എന്തോ അങ്ങനെ ഒരു ഫീലിംഗ് വന്നു. സോ ആനന്ദ് ഭവനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സോ അപ്പോൾ എനിക്കങ്ങനെ ഇത് വന്നുകൊണ്ട് ഞാൻ മസാല ദോശ നമ്മൾ 2:30 എത്തിയത് യാത്രയൊക്കെ കഴിഞ്ഞപ്പോൾ അതേ ഉള്ളൂ. റൈസ് ഇല്ല. ഒരു ജിഞ്ചർ ടീ കുടിച്ചു. സോ ഞാൻ ഹോട്ടലിൽ കാണിച്ചു തരാം. സോ ഇതാണ് നമ്മൾ വന്ന ഹോട്ടൽ. അതായത് മൂവാറ്റുപുഴ പോകുന്ന റോഡിലാണ് ഇരിക്കുന്നത്. വടക്കൻ പാലപ്പുഴ എന്നുള്ള നോർത്ത് പാലപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇരിക്കുന്നത്. അത്യാവശ്യം ഫുഡൊക്കെ കൊള്ളാം. ബാക്കി വിശേഷം റൂമിൽ ചെന്നിട്ട് കാണിക്കാം. നിൽക്കുന്നു നമ്മുടെ ആനക്കുട്ടൻ. ആനകൾ ഒരു പ്രത്യേക സന്തോഷമാണല്ലേ. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വീഡിയോ കൂടെ എടുത്തു. ഇനി ആന മറ്റേ ടിവിയിലേക്ക് അകത്ത് കൊണ്ടുപോവാണ്. അത് ഞാൻ കാണിച്ചു തരാം, ശ്രദ്ധിച്ചിരിക്കുക. അത് അടുത്ത ബിറ്റിലത് വരും. സോ കമോൺ. നമ്മുടെ സാക്ഷാൽ ഗുരുവായൂർ സ്റ്റേഷൻ നമ്മളുടെ ഹലോ ഡിയേഴ്സ്. സോ നിങ്ങളുടെ ഗോഡസ് ഗുരുവായൂർ ടെമ്പിൾ വിസിറ്റ് വ്ളോഗിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സോ ഞാനിവിടെ എത്തി, നിങ്ങൾക്ക് കാണാം. ഞാൻ പറഞ്ഞു നിങ്ങൾ വരുന്നുണ്ട്. സോ എങ്ങനെയുണ്ട് ഗോഡസിൻ്റെ ഒരു നാടൻ ക്ഷേത്ര സെറ്റുമുണ്ട്. എൻ്റെ തന്നെ പ്രോഡക്റ്റ് ലോഞ്ചാണ്. എൻ്റെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുക പ്രോഡക്റ്റ്. സോ ഗോഡസ് ഇന്ന് ഗുരുവായൂർ ദർശനത്തിനെത്തി. അതിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നതൊക്കെ. ബാക്കി വിശേഷങ്ങൾ പറഞ്ഞു.
ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തിയ ഡേ 1ന്റെ അപ്പിയറൻസും ബിറ്റുമാണ്. ഹലോ. സോ നമ്മൾ രാത്രി ഒരു 9 ഒക്കെ ആയപ്പോൾ വന്നു ക്ഷേത്രത്തിൽ. ഭയങ്കര ബ്ലോക്കായിരുന്നു പേരമ്പ്രയും ചാലക്കുടി ആ ഹൈവേയിലൊക്കെ. സോ ഒരു വിധത്തിൽ ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശ്രീകൃഷ്ണ ഭവൻ എന്നൊരു വെജ് റെസ്റ്റോറൻറ്റ്, ഇവിടെ ഗുരുവായൂർ വരുന്നവർക്കറിയാം, അവിടെ ഞാൻ വന്നിട്ടുണ്ട്. സോ അവിടുന്ന് ചപ്പാത്തി ഒരു സെറ്റ് 2 എണ്ണം, അതും പുറമെ ഒരു കോഫി ഓർഡർ ചെയ്യുന്നു. ബാക്കി വിശേഷങ്ങൾ ഞാൻ പുറത്തായിട്ട് കാണാം. ഈ ഹോട്ടലിൽ വന്നവർക്കായിട്ട് അതായത് നമ്മുടെ മഞ്ജുളാളുടെ നടയുടെ അതിൻ്റെ കുറച്ച് ഫ്രണ്ടിലായിട്ടിരിക്കുന്ന സംഭവമാണ്. സോ രാത്രിയും ഗോഡസിൻ്റെ ചപ്പാത്തി തന്നെ, ചപ്പാത്തിയും കുറുമക്കറിയും കൂട്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ രാവിലെ എനിക്ക് മറ്റേ വയ്യാതിരുന്നതിൻ്റെ മസാല ദോശയുടെ 2 കഷ്ണം ഞാൻ റൂട്ടി പൊട്ടി വെച്ചിട്ടുണ്ട്. സോ അതും തിന്നുന്നുണ്ട്. ഇതിന് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കോഫി എങ്ങനെ എത്തി? കോഫി പ്രിയങ്കരി അങ്ങനെ നമ്മൾ ശ്രീകൃഷ്ണ ഭവനിലെ തീറ്റയൊക്കെ കഴിഞ്ഞു. വാഷൊക്കെ ഉണ്ട്. ബാക്കി വിശേഷം അങ്ങനെ നൈറ്റ് ഫുഡ് ശ്രീകൃഷ്ണ ഭവനിൽ നിന്ന് നമ്മൾ കഴിച്ചു. സോ നാളെ നമുക്ക് വേറെ ബ്ലോഗുമായിട്ട് എന്ത് ചെയ്യാം, വേറൊരു കടവുമായിട്ട് കാണാം. സോ നൈറ്റ് 9:30 ആയി. നൈറ്റ് ഫുഡ് കഴിച്ചു. ഇവിടെ എത്തിയത് തന്നെ ലേറ്റ് ആയിട്ടാണ്. ഭഗവാനെ അകത്ത് കയറി കാണാൻ പറ്റിയില്ല. പക്ഷെ നാളെ ഞാൻ കാണും നിർമ്മാല്യം. സോ നമ്മൾ കഴിച്ച ഹോട്ടലാണ് പീച്ചേ വല ഹോട്ടൽ. ഞാൻ കാണിച്ചു തരാം. ഫുഡൊക്കെ അടിച്ച് ഹോട്ടൽ ശ്രീകൃഷ്ണ ഭവൻ. ഇവിടെ നിന്നാണ് നമ്മൾ എത്തിയപ്പോൾ ലാൻഡ് ചെയ്തപ്പോൾ ഫുഡ് അടിച്ചത്. സോ ഞാൻ ഈ പർട്ടിക്കുലർ കടയിൽ ഈ സാധനം കട നോക്കട്ടെ. രേണുക എന്ന് പറയുന്നൊരു സ്റ്റോറാണ് കേട്ടോ. കാണിച്ചു തരാം. ഭഗവാന്റെ ഒരു റിലിക്. ഞാൻ ആ പീസാണ് എടുത്തത്, അതിൻ്റെ റെഡ്. നമുക്കിവിടെ ആൻറ്റീക്കിൻ്റെ ഒരു കടയുണ്ട്, ഈ ഗിഫ്റ്റിൻ്റെ സാധനങ്ങൾ അങ്ങനെയൊക്കെ. അപ്പോൾ അത് അത്യാവശ്യം നല്ലതാണ് കേട്ടോ. ഞാൻ പറഞ്ഞ കട ആക്ച്വലി ഡേ 1 തന്നെ ഗുരുവായൂർ ദർശനം കഴിഞ്ഞ് രാവിലെ വീട്ടിൽ നിന്ന് 7 മണിക്കല്ലേ പുറപ്പെട്ടത്. അതിനുശേഷം വൈകിട്ടത്തെ ദർശനം തൊഴുതിട്ട് 2ാമത്തെ ദിവസം വേറെ പ്ലാൻ ഗുരുവായൂർ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് പാളിപ്പോയി ഡിയേഴ്സ്. അതുകൊണ്ട് എനിക്ക് ഡ്രസ്സ് അടുത്ത ദിവസം തൊരാൻ ഇത് കഴുകിയിട്ട് ഉണങ്ങൂലല്ലോ റൂമിൽ. സോ അതുകൊണ്ട് പോയി മയിൽപ്പീലി വേർഷൻ്റെ കളക്ഷൻ അത്യാവശ്യം എൻ്റെ കയ്യിലും ഉണ്ട്, എൻ്റെ സ്റ്റുഡിയോയിൽ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷേ എനിക്കവിടെ ഡ്രസ്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ കടയിൽ കയറി എടുത്തു, അത്രയേ ഉള്ളൂ. പിന്നെ അവർക്കൊരു ഉപജീവന മാർഗവും കൊടുത്തു. ഈ ഒരു കടയിൽ സെറ്റും മുണ്ടും ബ്ലൗസും പിന്നെ ഒരു അണ്ടർസ്കേർട്ടും എടുക്കാമെന്ന് തീരുമാനിക്കും. അടുത്ത ദിവസത്തേക്ക് ദർശനം നടക്കും. അതുകൊണ്ട് പോയിട്ട് പിന്നെ ബ്ലൗസ് എടുക്കണം, അണ്ടർസ്കേർട്ട് എടുക്കണം, അതിൻ്റെ സെറ്റായിട്ട്. അപ്പം നിങ്ങളും എന്നെപ്പോലെ ഇങ്ങനെ പ്ലാൻ വേരിയേഷൻ വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള ചേട്ടന്മാരുടെ കടകളിൽ കയറുക, അവിടെ റെഡിമെയ്ഡും കാര്യവും കിട്ടും. അളവ് കറക്റ്റായിട്ട് പറയുക. എനിക്ക് അളവിൽ ഇച്ചിരി സീൻ വന്നിട്ട് റെഡിമെയ്ഡ് ബ്ലൗസ്. പക്ഷെ അടുത്ത ദിവസം അവർ വേറെ മാറ്റി തന്നു. സ്റ്റാഫുകളില്ലായിരുന്നു, പക്ഷെ മാറ്റി തന്നത് നമ്മുടെ മഞ്ജുളാളിൻ്റെ നടയില്ലേ, അതിൻ്റെ സൈഡിലുള്ള കടകളാണ്. അവിടെയാണ് അത്യാവശ്യം നമുക്ക് ഷോപ്പിങ്ങിന് കിട്ടുക. പിന്നെ പടിഞ്ഞാറൻ നടയിലും ഉണ്ട് അത്യാവശ്യം ഷോപ്പിങ്ങിനുള്ള സാധനങ്ങൾ. സോ എനിക്ക് മയിൽപ്പീലിയുടെ തന്നെ വേണമെന്ന് നിർബന്ധ ബുദ്ധിയായിരുന്നു. കാരണം എൻ്റെ സ്റ്റുഡിയോയിലുള്ളൊരു കളക്ഷൻ മയിൽപ്പീലിയുടെയാണ്. സോ ഞാൻ എൻ്റെ പ്രോഡക്റ്റ് ലോഞ്ചിൽ ഇട്ടിട്ടുണ്ട്. എൻ്റെ ഇൻസ്റ്റയുടെ ബിസിനസ് പേജ്, ഓൺലൈൻ സ്റ്റുഡിയോ നമ്മൾ തുടങ്ങിയിട്ട് കുറേ ആയല്ലോ. അപ്പോൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട് സെയിം പ്രോഡക്റ്റാണ്. സോ എനിക്ക് പേഴ്സണലി നമ്മൾ കൃഷ്ണനെ കാണാൻ പോകുമ്പോൾ കൃഷ്ണനെ പ്ലീസ് ചെയ്യുന്ന സാധനങ്ങളുള്ള തീമുള്ള സാധനങ്ങൾ ഇടണം എന്നുള്ളത് എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ് ആയിരുന്നു. അങ്ങനെ എനിക്ക് കിട്ടി. അങ്ങനെ അത് മേടിച്ച് ഞാൻ പുറത്തേക്ക് വന്നു. പിന്നെ കുറേ സോഫ്റ്റ് ടോയ്സിൻ്റെ കടയിൽ ഞാനൊന്ന് കയറാമെന്ന് വിചാരിച്ചു. സോ ഞാൻ പുറകെ കാണുന്ന കട മഹാറാണിയിൽ നിന്നും സെറ്റും മുണ്ടും അണ്ടർസ്കേർട്ടും റെഡിമെയ്ഡ് ബ്ലൗസും മേടിച്ചു. അടുത്ത ദിവസത്തേക്ക് നമുക്ക് ദർശനത്തിനിടാൻ ഇത് തന്നെ ഉണങ്ങൂല. ഞാൻ വിചാരിച്ചത്
ഇതിട്ട് ഇന്ന് ദർശനം ചെയ്യാം. പക്ഷെ പ്ലെയിൻ ഫെയിലായി പോയി. ഈ കടയിൽ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. പക്ഷെ വലിയ ഡിസ്കൗണ്ട് തന്നോന്ന് ചോദിച്ചാൽ ചിലതിനൊക്കെ തന്നു, സെറ്റും മുണ്ടിനും ഒക്കെ തന്നു. പക്ഷേ ബ്ലൗസിനും ഇതിനും അഡ്ജസ്റ്റ് ചെയ്താണ് തന്നെ. പക്ഷെ എനിക്കെൻ്റെ ആവശ്യമാണ്, സോ എടുത്തേ പറ്റൂ. ഇപ്പോൾ ഒരു ചെറിയ രീതിയിൽ എൻ്റെ ഒരു ഷോപ്പിംഗ് ഞാനിവിടെ കഴിഞ്ഞു. അടുത്ത ഡേയുടെ ദർശനത്തിനുള്ളത് ബാക്കി ഞാൻ കാണിച്ചു തരാം. പോകുമ്പോൾ അത് ഞാനിപ്പോൾ നിൽക്കുന്ന പൂജ എന്ന് പറയുന്ന ഒരു കടയിലാണ്. ഇത് കാണാം. സോ അവിടുത്തെ ഞാൻ ഈ ഒരു ബാഗ് എടുത്തു. ഇത് അത്യാവശ്യം ഗോഡസിന് 350 പറഞ്ഞത്, പക്ഷെ 320 തന്നു. നല്ല കടയാണ്. സോ ഞാൻ കാണിച്ചു തരാം. ഈ പൂജ എന്ന് പറയുന്ന കടയാണ്. നമ്മുടെ മഞ്ജുളാളിൻ്റെ നടയുടെ ഈ സൈഡിലായിട്ട് വരും. അത്യാവശ്യം ഡിസ്കൗണ്ട് ഒക്കെ തരും നിങ്ങൾക്ക്. സോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ബാഗ് മേടിക്കാം. സോ ഈ പർട്ടിക്കുലർ കടയിൽ നിന്നാണ് ഞാൻ ഈ ഒരു ഡോറ ബുജിയുടെ ഈ ആളെയും കൂടെ ഞാൻ മേടിച്ചു. സോ ഈ കടയിൽ നിന്നാണ്. നല്ല കടയാണ് അത്യാവശ്യം. സോ നമുക്ക് ഈ സോഫ്റ്റ് ടോയ്സ് കാണുമ്പോൾ ഗേൾസിന് കുഞ്ഞു കുട്ടിയുടെ മനസ്സിൽ എത്ര വാഴി കൂട്ടിയാലും നമുക്ക് മതി വരില്ല, ഈ ടെഡി അങ്ങനത്തെ സാധനങ്ങൾ. സോ ഞാൻ നിങ്ങളെ എൻ്റെ വ്ളോഗിലൂടെ ഒരു ഷോപ്പിംഗ് ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസും കൂടെ തരുവാണ്. നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നത്. ഡോറ ബുജിയായിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ എൻ്റെ ഫോളോവേഴ്സിന് ഞാൻ സോ ഈ സാധനം ഞാൻ ഈ പർട്ടിക്കുലർ കടയിലാണ് എടുത്തത്. നല്ല ലുക്കുണ്ടോ, ഹെയറൊക്കെ ഉണ്ട് ഗോഡസിനെ പോലെ. സോ നിങ്ങൾക്കും പർച്ചേസ് ചെയ്യാൻ നല്ല മേടിച്ചില്ല. നല്ല പുതിയ സാധനമാണ്. അങ്ങനെ ഗോഡസ് ഡേ 1 ഇവിടെ വന്ന് ലാൻഡ് ചെയ്തു. രാവിലെ 7:30 തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ചതാണ് കാറിൽ. സോ ഇവിടെ 7:45 എത്തി. സോ നമ്മുടെ ഡേ 1 അറ്റ് ഗുരുവായൂർ ടെമ്പിൾ വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നു. ഞാൻ എൻ്റെ സ്റ്റേക്കേഷനൊക്കെ കാര്യങ്ങൾ ഇടാം, പക്ഷെ ചിലപ്പോൾ എല്ലാം ഞാൻ ഒരു വീഡിയോയ്ക്കകത്തായിരിക്കും കമ്പൈൻ ചെയ്യുക. സോ എല്ലാവരും എന്ത് ചെയ്യുക, എൻ്റെ വീഡിയോസും കാര്യങ്ങളും കാണുക, എന്നെ മോട്ടിവേറ്റ് ചെയ്യുക. സോ സ്റ്റേക്കേഷൻ വ്ളോഗും കാര്യങ്ങളും ഞാൻ ഇടാം. ഷോപ്പിംഗ് കഴിഞ്ഞ് വീണ്ടും ഞാൻ ഈ നടക്കൽ തന്നെ വന്നു. സോ എൻ്റെ സ്റ്റേക്കേഷൻ വേറൊരു നടയിലാണ്. അത് കാണുക, ചിലപ്പോൾ ഒരു വ്ളോഗിൽ വരും, എല്ലാം കാണുക. ഹലോ. സോ ഗോഡസ് ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നു. ഇതാണ് ഞാൻ നിൽക്കുന്ന അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഫ്രണ്ട്. ഞാൻ നാളെ കാണിച്ചു തരാം. സോ നമുക്ക് ലിഫ്റ്റ് ഉണ്ട്. ബ്ലോക്ക് 1 രാഗത്തിലാണ് ഞാൻ നിന്നത്. കമോൺ. ലിഫ്റ്റൊക്കെ ഉണ്ട് അത്യാവശ്യം. ഗോഡസിൻ്റെ സ്റ്റേക്കേഷൻ അറ്റ് ഗുരുവായൂർ. സോ 3rd ഫ്ലോറിലാണ് നമുക്ക് റൂം കിട്ടിയ. പുൾജ സിൻസിന് പാടയും ഇത് അടഞ്ഞു. നമ്മൾ പോകുവാണ്. 3rd ഫ്ലോറിൽ എത്തുമ്പോൾ ഇത് തുറക്കും, നമ്മൾ ഇറങ്ങും. ഞാൻ എൻ്റെ റൂം കാണിച്ചു തരാം. എങ്ങനെയുണ്ട് ഗോഡസിൻ്റെ ഡേ 1 ഗുരുവായൂർ ബ്ലോഗ് പ്രസൻറ്റേഷൻ ലുക്ക്. സെറ്റും മുണ്ടുമാണ്. ഇത് തുറന്നു. പുൾജ സിൻസിൻ. നമ്മൾ ഇറങ്ങി. ലെവൽ 3 ഇവിടെയാണ് രാഗം C4 ബ്ലോക്ക് 1. ഇതാണ് എൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ റൂം. ഇതാണ് എൻ്റെ റൂം.
നമുക്ക് AC ഉണ്ട്. AC ഞാൻ ഓണാക്കി തരാം. ഇത് നമുക്ക് AC ഉണ്ട്. AC ഓണാക്കി. പിന്നെ നല്ലൊരു സ്പേഷ്യസ് ബെഡാണ്. കണ്ടോ, ഇത്ര വിശാലമായൊരു ബെഡാണ്. അതിലെൻ്റെ ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് TV ഉണ്ട്. TV ബാക്കിൽ കാണാം. കർട്ടൻ ഉണ്ട്. അൽമാരി ഉണ്ട്. അൽമാരി ഉണ്ട്. ഒരു സിങ്ക് ഉണ്ട്. അപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു ബേസിസാണ്. പിന്നെ നമുക്ക് ബാത്റൂം ഉണ്ട്. ബാത്റൂമും കാര്യങ്ങളും ഉണ്ട്. ഇതാണ് ബാത്റൂം. പിന്നെ എന്തോന്നാണ്, ബക്കറ്റ്, സിങ്ക് കാര്യങ്ങൾ. ഒരു ജസ്റ്റ് നമുക്ക് ഡ്രസ്സിങ് റൂം പോലെ യൂസ് ചെയ്യാം. ഒരു അലമാരി ഉണ്ട്. ഇതാ ഒരു കസേരയുണ്ട്. പിന്നെ ജനറേറ്റർ ഉണ്ട്, കറണ്ട് പോയാൽ. TV, ചെയറ്, പിന്നെ സാധനങ്ങളൊക്കെ വെച്ച് ഞാൻ അറേഞ്ച് ചെയ്തില്ല, വന്നപ്പോൾ എടുത്തതാ. AC ഉണ്ട്. 2 ഫാനുണ്ട്. കണ്ടോ, കട്ടിലിൻ്റെ ഇത് കണ്ടോ, ഡബിൾ കോട്ടും 2 സിംഗിൾ കോട്ടും. അപ്പോൾ അത്യാവശ്യം ഒരു ഫാമിലിക്കാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാനുള്ള സംഭവങ്ങളുണ്ട്. സോ ഇതാണ് നമ്മുടെ സംഭവം. ഡോറിന് കുറ്റിയുണ്ട്, മേളിലും താഴെയും. പിന്നെ കാർഡ് ഓപ്പറേറ്റഡ് സെക്യൂരിറ്റി ഗേറ്റാണ്. ഞാൻ നാളെ കാണിച്ചൊരു ക്ലോക്ക് ഉണ്ട്. സോ ഇതാണ് നമ്മുടെ പെർട്ടിക്കുലർ അപ്പാർട്ട്മെൻറ്റിൻ്റെ റൂം. അകമൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാണിക്കാം. ഞാൻ ഇന്നിനി കിടക്കട്ടെ. നാളെ രാവിലെ എന്ത് ചെയ്യാം, നിർമ്മാല്യ കൃഷ്ണത്തിൻ്റെയും ബാക്കി എവിടെയൊക്കെ ഞാൻ വിസിറ്റ് ചെയ്തത് ഗുരുവായൂർ സന്ദർശനത്തിൻ്റെ ഭാഗമെന്നുള്ളത് കാണിക്കാം. ഗുഡ് നൈറ്റ്.